എക്സ്ക്യൂസ് മീ, യെസ്, കൻ യു ഡ്രോപ്പ് ഇൻടു ദ ആൽക്കൂസ്? മലയാളിയാണല്ലേ? ഓ, എന്റെ ബദിരീങ്ങളെ എങ്ങനെ മനസ്സിലായി? അത് ഇംഗ്ലീഷ് ആയിട്ട് അറിഞ്ഞൂടെ? പിന്നെ എത്ര പൊതിഞ്ഞു കേട്ടാലും മാറില്ലല്ലോ ഈ ചക്കപ്പഴത്തിന്റെ മണം. കേട്ടിക്കും. ആ, ആ. അയ്യോ. എന്തായി? ആസ് യൂഷ്വൽ കുഴപ്പമാക്കിയില്ലേ? ഏയ് കരിഞ്ഞിട്ടുള്ളൂ. അത് കുഴപ്പമില്ല. ആ പടച്ചോനെ, എന്താ മത്തി കൊണ്ടുവരാൻ പോയിട്ട് നെയ്മീനും കൊണ്ടാണല്ലോ വരവ്. ഇതാരാണ്? പ്രോസിക്യൂഷൻ കണ്ടറിഞ്ഞൂടെ? തന്നെ? അയ്യോ, കവലപ്പെടണ്ട. വാ മുട്ട. വാങ്ങോ. ഇതാ ഞാൻ சொன்ன ഫ്രണ്ട്സ്. തമിഴാ? സലീമിക്ക, നിങ്ങളെന്താ മൊബൈൽ എടുക്കാഞ്ഞ്? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഈ ഫോൺ വയലന്റ് മോഡിലായി പോയി. എന്താ? സൈലന്റ് മോഡിലായി പോയി. ആ, ഇത് താമര. ഞാൻ രാവിലെ വിളിച്ചപ്പോ പറഞ്ഞില്ലേ, അത് ഇതാ. വന്നേ. ഏതാ? കുട്ടിയാങ്ക ഉക്കാരിങ്കോ? എന്തോ അത് ഉക്കാരിക്കോളും. നീങ്ക വാങ്ങോ. വാടാ. കരിക്കോളൂ കേട്ടോ. എന്താ? നീ ഇത് എന്ത് ഭാവിച്ച? അല്ല സലീമിക്ക, എനിക്കിഷ്ടായി. ഇപ്പോഴെങ്കിലും എന്റെ മനസ്സ് നീ മനസ്സിലാക്കിയല്ലോ. കലക്കി കണ്ടു പാടിക്കട തേണ്ടി. നിങ്ങൾ രണ്ടുപേരും കൂടെ അവൾക്ക് കഴിക്കാൻ തവച്ച കൊടുക്ക്. ഞാൻ പോയിട്ട് ബെഡൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിട്ട് വരാം. എന്താ എന്താ ഉദ്ദേശം? അല്ല, ബെഡൊക്കെ വിരിച്ചിരുന്നല്ല എന്റെ ഒരു മനോഹാരിത. ഞാനില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ടെൻഷൻ. ആ, ടെൻഷൻ വേണ്ട. അല്ല അങ്ങനെയല്ല. അതെ, രണ്ടുപേരും കൂടെ നോക്കിയേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു കുട്ടിയല്ല അത്. അതിന് കുട്ടിയാണെന്ന് ആരാ പറഞ്ഞു? ഒരു കയറ്റി വെച്ചോ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു. പിന്നെ ഒരു ഡാൻസ് ബാറിലെ ഡാൻസർ ആയിരുന്നു. പാവം. അയ്യോ, ഡാൻസ് ബാറിലെ ഡാൻസർ ആയിരുന്നു. ആ, ഞാൻ വിചാരിച്ച നിലമ്പൂർ കോലത്തെ അതോ കുട്ടിയാണ്. എടാ പൊട്ട, നീ ഇതൊരു ലോകം കണ്ടിട്ടില്ലേ? മര്യാദയ്ക്ക് കാര്യം നടത്തിയിട്ട് കാലത്ത് എവിടെ വെച്ചുകൊണ്ടാക്കാൻ നോക്ക്. ഞാൻ അവിടെ വെച്ച കൊണ്ടായിക്കോളാം. തൽക്കാലം നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകാൻ നോക്കും. ഞാൻ ഡ്യൂട്ടിക്ക് പോകത്തോളം എന്റെ കുഴപ്പം. എന്റെ സ്ഥലമിക്ക് അത് അവളൊരു വല്ലാത്ത സിറ്റുവേഷൻ. അടങ്ങ്, ഞാൻ പറയാം. മറ്റേ നിനക്കെന്താ വട്ടാണോ? അകത്ത് പോയി കിടക്കേണ്ടി വരും, പറഞ്ഞേക്കാം. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് ഈ ഒരു രാത്രി. നാളെ നേരം എടുത്ത് അവള് പൊക്കോളും. ഒറ്റയ്ക്ക് വെട്ടേച്ച് വരാൻ തോന്നില്ല, അതുകൊണ്ടാ. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്. വെറുതെ കുറെ സ്വപ്നവും കണ്ടു. ഡ്യൂട്ടിക്ക് പോവല്ലേ? ആ പൊയ്ക്കോളി. എന്തായാലും താമര ഉസാറ് പേരട്ടോ. അല്ലേ? സത്യം തന്നെ അല്ലേടാ? ചെങ്ങായിനെ കൊണ്ട് നീ അവള് നോണ പറഞ്ഞായിരിക്കോ? ஏதாவது பிரச்சனை இருக்கா? ഏയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അപ്പൊ ശരി, തൂങ്ങിക്കോളൂ കേട്ടോ. ഇത് വെച്ചുക്കോ. அப்போ உங்களுக்கு ഇല്ല, എനിക്ക് ഫ്രണ്ടോടെ ബ്ലാങ്കറ്റ് എടുക്ക. അപ്പോ ഗുഡ് നൈറ്റ്. ഈ ഡോറ് ക്ലോസ് പണിക്കോളൂ കേട്ടോ. നീ ഇതുവരെ ഉറങ്ങില്ലേ? എന്തോ പേടിയുണ്ട് കേട്ടോ. എന്തേ? ഞാൻ റീചാർജ് ചെയ്യാൻ പോയപ്പോൾ ഒരു പോലീസുകാരൻ എന്നെ ഒരു റോങ് നോട്ടോ. നിങ്ങൾ ഓളെ കൊണ്ട് വരുന്ന ആരും കണ്ടിക്കണോ? അറിയില്ല, ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചില്ല. പോലീസ്! രണ്ടാളും ഒരുമിച്ച്. വാ ചേട്ടാ, തുറക്കണോ? എന്തായാലും വാ, നോക്കാം. തുറക്കണോ? നിങ്ങളിത് എന്താണ് സലീംക്ക? ഇങ്ങനൊന്നും കാണിക്കരുത് കേട്ടോ. മൂപ്പര് വെറുതെ പേടിച്ചില്ലേ? അല്ല, നിങ്ങളെന്താ ഡ്യൂട്ടിക്ക് പോയില്ലേ? ആ,
ആ ഡോറടയ്ക്ക്. എന്റെ എന്താണെന്നറിയില്ല, ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് മനസ്സിൽ നിന്നൊരു ഉള്ളുള്ളി. ഈ ഒരു അവസ്ഥയില് നിങ്ങൾ മൂന്നുപേരെയും ഒറ്റയ്ക്കാക്കി പോകുന്നത് ശരിയല്ലാന്ന് തോന്നി. മാത്രമല്ല, തക്കാളി പരുവത്തിലൊരു പെണ്ണും 2 ഊള ചെറുപ്പക്കാരും. കാര്യഗൗരവമുള്ള ആൾ കൂടെ വേണം തോന്നി. എന്നിട്ട് ആളെവിടെ? ഇവിടെ. ഓ, ആ കുട്ടി വല്ലതും കഴിച്ചോ? കുട്ടി കഴിച്ചിക്കണ്. ആ കുട്ടി ഉറങ്ങിയാ? ആ കുട്ടി ഉറങ്ങി. പാവം കുട്ടി. ഒറ്റയ്ക്കൊക്കെ ഉറങ്ങി ശീലം ഉണ്ടാവോ? ദേ, ഏത് നിമിഷം വേണമെങ്കിലും വഴിതെറ്റി പോകാവുന്ന പ്രായം നിങ്ങൾ രണ്ടുപേരുടെ. പോയി കിടന്നുറങ്ങ്. ഞാൻ കിടന്നോളം കൂടെ. ആരുടെ കൂടെ? താമരമോളുടെ കൂടെ. താമര മോളുടെ കൂടെ. കാക്കേ, താനെ തന്നെ റംലത്തിന് സ്വപ്നം കണ്ടി കിടന്നാ മതി കേട്ടോ. മുതുക്ക റംലത്തിന് എന്റെ പട്ടി സ്വപ്നം കാണും. കേട്ടില്ല അല്ലേ? മാറിനെ പൊക്കടാ കുമാറേ. ചെങ്ങായിട്ടങ്ങള് നിനക്കൊക്കെ ഇത് എന്തിന്റെ സൂക്കേടാടാ? നിന്റെ അമ്മായിയുടെ മോളൊന്നല്ലോ. സുഖടെ തനിക്കാണോ ഇക്കച്ചറ്റെ? ഇല്ലാത്ത കാശ് കൊടുത്ത് ഈന്തപ്പഴം ഒട്ടപ്പാലും കഴിച്ചത് വെറുതെ. ശ്ശേ. ആഹാ. ഓഹോ. നീ എന്തീ കാണിക്കണേ? ഏതായാലും ഈന്തപ്പഴവും ഒട്ടോപ്പാലും കഴിച്ച സ്ഥിതിക്ക് ഞാനിവിടെ ഇരുന്നുറങ്ങിക്കോളാം. എന്നാ നിന്നെ നോക്കാനായിട്ട് ഞാനിവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം. നിങ്ങൾ രണ്ടാളിങ്ങനെ ഇരുന്നൊക്കെ ഉറങ്ങണ സ്ഥിതിക്ക് ഞാൻ ഇവിടെ കിടന്നുറങ്ങിക്കോളാം കേട്ടോ. അപ്പൊ ഗുഡ് നൈറ്റ്. ആഹാ എന്തൊരു സുഖം.